എല്ലാവരും ഭാഗവതം സപ്താഹങ്ങൾ കേട്ട ആൾക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ അതിക്രമത്തിൽ നിൽക്കുന്നില്ല. എങ്കിലും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി അജാമിളന്റെ ഭാഗം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. വലിയ പാതകങ്ങൾ ചെയ്ത ആളാണ്. സ്വന്തം അച്ഛനെ അമ്മയെ ഉപേക്ഷിച്ച് വേശ്യാസ്ത്രീയുടെ കൂടെ പോയ ആളാണ്. ഭാര്യ ഉപേക്ഷിച്ച ആളാണ്. മക്കളെ നോക്കാത്ത ആളാണ്. എല്ലാ തരത്തിലുള്ള അധർമ്മവും ചെയ്ത ആളാണ്. അവസാനം ഉണ്ടായ കുട്ടിക്ക് നാരായണ എന്ന് പേരിട്ടു. ഏത് സമയവും നാരായണം വേണം. വെള്ളം എടുക്കാൻ നാരായണം വേണം. ഭക്ഷണം തരാൻ നാരായണം വേണം. ഫാൻ ഇടാൻ നാരായണം വേണം. ലൈറ്റ് ഇടാൻ നാരായണം വേണം. പുതച്ചേരാൻ നാരായണം വേണം. എല്ലാത്തിനും നാരായണം വേണം. സമയം എടുക്കുമ്പോ കാലപാശവുമായിട്ട് യമദൂതന്മാർ വന്നിറങ്ങി. ഇടാനുള്ള കുരുക്കൊക്കെ കണ്ട് കയ്യിലുണ്ടായിരുന്നു. വീശി തലയിലേക്ക് എറിയാൻ പോകുന്ന സമയത്ത് ഓർമ്മ വന്ന ആരെയാ? ഗുരുവായൂരപ്പനെയല്ല, മകനെയാ. വിളിച്ചു നാരായണ എന്ന് വിളിച്ചപ്പോ എന്താ കണ്ടേ? വിഷ്ണു പാർഷദന്മാര് താഴെ ഇറങ്ങി വന്നിരിക്കുന്നതാണ്. തൊട്ടുപോകരുതെന്നാണ് കൽപ്പന. എന്റെ ഭക്തനെ, എന്റെ നാമം ഒരു തവണ ഉച്ചരിച്ച ഭക്തനെ തൊട്ടുപോകരുത്. ഈ നാരായണ നാമം അല്ലെങ്കിൽ ഭഗവതിയുടെ നാമമൊക്കെ ഇങ്ങനെ അവസാനം വിളിക്കാനുള്ളതല്ല. നീ എന്ത് വൃത്തികേട് കാണിച്ചാലും അവസാനം നാരായണ എന്ന് വിളിച്ചാൽ രക്ഷപ്പെടുന്നു കരുതുന്നുണ്ടെങ്കിൽ വേണ്ട. ചില ആൾക്കാരുണ്ട് എന്ത് ചെയ്താലും ശബ്ദം പറഞ്ഞാൽ എല്ലാം ഗുരുവായൂരപ്പൻ, എല്ലാ തമ്മാരും കാണിക്കുന്നത് ഒക്കെ ഗുരുവായൂരപ്പൻ. ഈ നാമം ഭഗവതിയുടെ ആയിക്കോട്ടെ ഗുരുവായൂരപ്പന്റെ ആയിക്കോട്ടെ, അതൊരു എന്താ പറയാ, ചോക്ലേറ്റ്. അതൊരു ചോക്ലേറ്റ് ആണ്. അതൊരു മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കേണ്ട അവസ്ഥ വരുന്നില്ല. അവസാന കാലത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. മരുന്ന് കഴിക്കാനുള്ളതല്ല അത് രുചിക്കാനുള്ളതാണ്, അത് ആസ്വദിക്കാനുള്ളതാണ്. ആ ഭാവത്തിൽ നിങ്ങൾ ഭഗവാന്റെയും ഭഗവതിയുടെയും നാമങ്ങൾ ഉപയോഗിക്കണം. അതും എങ്ങനെ വേണം? നാണം കൈവിട്ട് കൈകൂപ്പി സുഖിപ്പിന്നാണ് ഉദാഹരണം പറയുന്നത് അല്ലെ. നമുക്ക് വലിയ മടിയാണ് നാമഘോഷം ചെയ്യാൻ. ഭഗവാന്റെ ഭഗവതിയുടെ ബാക്കി എല്ലാ വൃത്തികളും പറയും. സീരിയലിന്റെ കഥ പറയും, അപ്പുറത്താളുടെ കുറ്റം പറയും, ഇന്നലെ വാങ്ങിയ സാരിയുടെ കഥ പറയും, ഒക്കെ പറയും. ഗുരുവായൂരപ്പന്റെ നാമം അല്ലെങ്കിൽ ഭഗവതിയുടെ നാമം ഒന്ന് ഉറക്കെ ഇവിടെ ദീപാരാധന സമയത്ത് ഒന്ന് ചെല്ലാൻ പറഞ്ഞു. നമസ്കാരം.